ചേട്ടാ ദേ ചൂടുള്ള ബജ്ജി. ഇതെവിടുന്ന് കിട്ടി? ഒക്കെ കിട്ടി. എന്താ ഏട്ടാ? ഇത് ബജ്ജി മോളുടെ ബജ്ജിയല്ലേ? നല്ലതല്ലേ? കലക്കൻ. ചേട്ടാ ഈ ബജ്ജി മാത്രല്ല, ആ ബജ്ജി മോളും കാണാൻ നല്ല ഭംഗിയല്ലേ ഏട്ടാ? അവളുടെ ഫ്രണ്ട് കണ്ടിട്ട് ബാക്ക് വളരെ ബാഡാ. ഞാൻ ഉദ്ദേശിക്കുന്ന അവളുടെ ബാക്ക് അല്ല, അവളുടെ ബാക്ക് ഹിസ്റ്ററിയാ. അവളുടെ ചുണ്ട് നോക്കിയിട്ടുണ്ടോ നീ? തവള വാ വിളിച്ച പോലെ. അങ്ങനെയല്ല, നല്ല കൊച്ചു ചിത്രശലഭത്തെ പോലെയാ. ചിത്രശലഭോ? എന്റെ പെണ്ണേ, അവൾ ചിത്രശലഭോ അല്ല, കാക്കക്കറമ്പിയാ. അവൾ മാർക്കറ്റിൽ ബജ്ജി വിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? റെയിൽവേ പ്ലാറ്റ്ഫോമിലെ പോലെ. കാപ്പി കാപ്പി, ഇഡലി, വട, അങ്ങനെയാ. വാഴക്കാ ബജ്ജി, ഉള്ളി ബജ്ജി, മുളക് ബജ്ജി എന്നാ കൂന്നേ. ആഹാ, കേട്ടല്ലേ എത്ര മധുരമായി ശബ്ദമെന്ന്? കാളെ അമർന്ന പോലെയാ. നിങ്ങൾ എന്നെ എങ്ങനെ കളിയാക്കി? ഞാൻ കഴുത്തിന് കുഴിക്കിട്ട് ചാത്തകളെ. ആഹാ, എങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാതെ രക്ഷപ്പെട്ടേ. എന്താ മോളെ നടന്നത്? ഒന്നുമില്ല അമ്മൂമ്മേ. ഇവളോട് ചേട്ടന് ഇഷ്ടമാണോ അല്ലയോ? അതെ, അതിനെന്താ ഇപ്പോഴേ? എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോൻ. അവൻ അങ്ങനെ പറഞ്ഞോ? മോനെ മോനെ, ഓ നീ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞോടാ. വലിയ സ്പീഡിൽ പോരുത്, എന്റെ സ്റ്റോറി മാറി പോകും അമ്മേ. സ്റ്റോറി ഒന്നും മാറണ്ട, അവള് നിനക്ക് വേണ്ടി പിറന്ന പെണ്ണ് തന്നെ. എനിക്ക് വേണ്ടി പിറന്നതാണെന്നോ? അങ്ങനെ വരട്ടെ. എനിക്കൊരു ജീവിത സഖിയെ വേണമെന്ന് ഞാൻ അവളുടെ മാതാപിതാക്കളോട് കെഞ്ചിയപ്പോ അവർ നല്ല ശുഭമുഹൂർത്തം നോക്കി ഈ മഹതിയെ ഭൂമിയിലേക്ക് പ്രസവിച്ചിങ്ങോട്ട് ഇട്ടു തന്നതാ. വേറെ ആളെ നോക്കാം. നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ. എന്താ? കല്യാണത്തിന് മുന്നേ ഉമ്മ വയ്ക്കണോ? ഞാൻ റെഡി. വയ്പ്പിക്കാം ഇപ്പൊ തന്നെ. നോക്ക, 24 മണിക്കൂർ നീ വായടച്ചേക്കണം. നോക്കൂ. എന്ന് വെച്ചാ മുറി അടച്ചിരുന്ന് മൗനവ്രതം പാലിക്കണം. എങ്കിൽ എന്നെ കല്യാണം കഴിക്കൂ. മുല്ലപ്പന്തൽ കെട്ട്